ഹലോ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അതാണ് ഈ എക്സ്പ്രഷനൊക്കെ. അപ്പോൾ അളിയൻ വന്നു. അളിയൻ അവിടെ വന്നിട്ട് എന്താ എൻ്റെ അടുത്ത് ഹലോ 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 പറഞ്ഞ് വെറുതെ എന്നെ പ്രാന്തായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹലോ കഴിഞ്ഞപ്പോഴേക്കും നേരെ പോണത് റോക്കിയുടെ അടുത്തേക്കാണ് കേട്ടോ. റോക്കി എന്തോ അവൻ്റെ ഉറ്റ സുഹൃത്തിനെ കണ്ട പോലെ കറങ്ങി ചാടുന്നു, വട്ടത്തിൽ ചാടുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള കുശലം പറച്ചിലായി. അങ്ങനെ നമ്മൾ നേരെ പുറപ്പെട്ടു. എങ്ങോട്ടാണ്? ആലപ്പുഴ ബീച്ചിൽ. ആലപ്പുഴ ബീച്ചിൽ മറൈൻ വേൾഡ് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം. ഇതാണ് അതിൻ്റെ ടിക്കറ്റിൻ്റെ പ്രൈസൊക്കെ വന്നത് കേട്ടോ. അങ്ങനെ തിരക്കി നമ്മൾ 5 ടിക്കറ്റ് ഒപ്പിച്ചു. അങ്ങനെ അതിൻ്റെ എൻട്രൻസിലെത്തി. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഒരു മണ്ണ് തുള്ളിയുടെ സ്ഥലമില്ലാത്ത പോലെ ആളാണ് ബാക്കിൽ. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ അകത്ത് കയറിയപ്പോൾ പുറത്തേനേക്കാളും അകത്താണ്. എൻ്റെ അമ്മ അതിനകത്ത് ശ്വാസം മുട്ടിപ്പോയി. എനിക്ക് അത്രയ്ക്ക് ആളാണ്. പിന്നെ നമ്മളിങ്ങനെ ക്യൂവിൽ നടന്ന് അകത്തെത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ നടന്നു പോയിട്ട് നമ്മുടെ APJ അബ്ദുൽ കലാമിന് കൈ കൊടുക്കുന്നു. എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ആളിയുടെ കാര്യം. അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു. നടന്ന് വീണ്ടും നമ്മൾ ചെല്ലുമ്പം ഒരു കാട് പോലത്തെ ഒരു സെറ്റപ്പാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. കുറേ മൃഗങ്ങളും കുറേ മരങ്ങളും കുറേ മൃഗങ്ങളുണ്ടായിരുന്നു. അതിന് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവർ സൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് പോലെ. അങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കണം. പശുവൊക്കെ ഒന്ന് കരയുന്നുണ്ടായിരുന്നു, മേന്ന്. ഓരോ മൃഗങ്ങൾക്കും ഓരോ സൗണ്ട് കൊടുക്കുന്നുണ്ട് അവർ. ഞാൻ പൊന്നുവിനെ പിന്നെ കുറേ കളിയാക്കി, ഈ കുരങ്ങൻ പൊന്നുവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ കാണാനുണ്ട് കേട്ടോ. ഈ ഹഹാന്ന് വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുരങ്ങ കണ്ടപ്പോൾ എനിക്ക് പിന്നെയും പൊന്നുവിനെ കളിയാക്കാൻ തോന്നി. പിന്നെ ഞാൻ അവനെ കുറേ കളിയാക്കി. ഞങ്ങളിതാ നടന്ന് വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇനി വരുന്നത് അക്വേറിയമാണ്. എൻ്റെ ചിരി കണ്ട എൻ്റെ അച്ഛൻ ബാക്കിയെ ഒളിച്ച് കളിക്കുന്ന വീഡിയോയിൽ വരാതിരിക്കാൻ. ആ ഒടുക്കത്തെ ചൂടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. അക്വേറിയമാണ്. കുറേ മീനുകളുള്ള നീണ്ടു കിടക്കുന്ന ഒരു അക്വേറിയമല്ല, പല അക്വേറിയങ്ങൾ. അങ്ങനെ മീനുകളെയൊക്കെ കണ്ടു വന്നപ്പോൾ ഒരാൾ വെള്ളത്തിൽ കിടക്കണം, ഹായൊക്കെ ടാറ്റയൊക്കെ തരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഓപ്ഷനാണ്. നമുക്ക് അവിടെ പേ ചെയ്തിട്ട് ഇതുപോലെ ഇറങ്ങാം എന്നുള്ളതാണ് എൻ്റെ അറിവ്. അവിടെ ഞാനങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നടന്ന് വരുമ്പോഴേക്കും പിന്നെയാണ് വരുന്നത് നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം. ആക്ച്വലി ഇത് എനിക്ക് അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തില്ല. ബിക്കോസ് നിങ്ങൾ കാണുന്നുണ്ടാവും ആ വോളിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ആളുകളെ കാണാൻ പറ്റും. സോ നമുക്ക് എന്നാലും അത്ര റിയലിസ്റ്റിക് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കുറേ മീനുകളുടെയൊക്കെ ഇടയിൽ കൂടെ നടന്നു പോകാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയാണ് കേട്ടോ. ആ വെള്ളമീൻ, ചെറിയ മീൻ, വലിയ മീൻ, തിളങ്ങണ മീൻ എന്നൊക്കെ പറയണത്. നല്ല വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല സൈഡിൽ കൂടെ നമ്മുടെ വലിയ മീനുകളൊക്കെ പോകണ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞു മീനുകൾ കാണാനും ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നമ്മൾ പുറത്തേക്ക് വരുമ്പം ഇവിടെ കുഞ്ഞു പിള്ളേർക്ക് മീൻ പിടിക്കാൻ ഉള്ളൊരു മത്സരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ വാട്ടറിൽ മൊത്തത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ഒരു ബിൽഡിങ്. അവിടുന്ന് നമ്മൾ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഐസ്ക്രീമിൻ്റെ ഇതുണ്ടായിരുന്നു. അളിയൻ ഡയറ്റ് ആയതുകൊണ്ട് അളിയൻ വേണ്ട എന്നാണ് പറയുന്നത്. ഞാൻ പ്രലോഭിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല ഗൈസ്. ഭയങ്കര വിൽ പവറുള്ള ആളാണ്, ഡയറ്റിങ്ങിലാണ്. പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല. ഞാനും പൊന്നും, എന്നെക്കാൾ വലിയ ഡയറ്റുള്ള ആളാണ് പൊന്നു. ഫ്രണ്ടിൽ 2 ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എക്സിബിഷൻസ് ആണ്. നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി. നമ്മൾ ഈ ചെറുപ്പിനും പെരുന്നാളിനൊക്കെ പോത്തില്ലേ, അതുപോലെ തന്നെ അവിടെ ഞങ്ങൾ ആ കബോർഡിൻ്റെ അവിടെ വായി നോക്കി നിൽക്കുമായിരുന്നു ഞാനും അളിയനും. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ എന്തോ കാറ് കഴുകുന്ന എന്തോ സാധനം നോക്കാൻ പോയിട്ട് വില കേട്ടിട്ട് കണ്ണും തള്ളയും തിരിച്ചു വരുന്നുണ്ട്. കുറേ സോഫയും കാര്യങ്ങളും, ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സാധനം മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് വേണ്ട, എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാറില്ലല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് അലുവ വാങ്ങി. അതാണ് എൻ്റെ കയ്യിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുറേ അച്ചാറും കാര്യങ്ങളും. അച്ചാറെന്ന് പറയുമ്പോൾ തന്നെ വായി വെള്ളം വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വാങ്ങിയില്ല. നമ്മുടെ ടേസ്റ്റിലുള്ള അച്ചാറല്ലായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബാഗ്, കീ ചെയിൻസ്, ചെരുപ്പുകൾ, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും വാങ്ങിയില്ല. ഞാൻ കുറച്ച് അലുവയും പിന്നെ എൻ്റെ കണ്ണ് പോയത് കുറേ പൊട്ടുകളിലേക്കാണ്. അവിടെ കുറേ പൊട്ടുകൾ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ പ്രൊജക്റ്റിന് വേണ്ടി കുറച്ച് വെറൈറ്റി പൊട്ടുകളൊക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ പോയി. പക്ഷേ എന്താ ഈ പൊട്ടുകളിൽ വലിയ വെറൈറ്റികളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അവിടുന്ന് കുറച്ച് പൊട്ടെടുത്തിട്ട് പൊന്നു 10ാം ക്ലാസ്സിലായി. പൊന്നുവാണെങ്കിൽ കളിപ്പാട്ടമൊക്കെ കണ്ട് 10ാം ക്ലാസ്സിലാണെന്ന് പോലും മറന്നിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയണ്ടായിരുന്നു. പൊന്നുവിനെ കുറേ കളിയാക്കി ഞങ്ങൾ.
അവിടുന്ന് കുറേ കമ്മലുകളുടെ കടയിൽ കയറിയെങ്കിലും ഞാൻ കമ്മലുകളൊന്നും വാങ്ങിച്ചില്ല. കാരണം ഞാൻ ആലപ്പുഴ മുല്ലയ്ക്ക് ചെറുപ്പിന് പോയപ്പോൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അതിലേക്കൊന്നും എൻ്റെ കണ്ണ് പോയില്ല. ബിക്കോസ് നമുക്ക് സ്റ്റുഡിയോ ഉണ്ടല്ലോ, സ്റ്റുഡിയോ ഇയ്യൻ. അങ്ങനെ ഞങ്ങൾ വന്ന് പുറത്ത് ചാടിയത് ഫുഡ് കോർട്ടിൻ്റെ അവിടെയാണ്. പക്ഷെ ഒന്നും കഴിച്ചില്ല, ഞങ്ങൾ എല്ലാവരും സോ കോൾഡ് ഡയറ്റിങ്ങിലായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറേ റൈഡും കാര്യങ്ങളും കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. ബിക്കോസ് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ദേ ഇതിൻ്റെ പേരെന്താണ്, ആകാശത്തോണി അല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടോയ്ലറ്റ്സ് ഉണ്ടായിരുന്നു മെയിനായിട്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ എക്സിറ്റിൻ്റെ ജസ്റ്റ് സൈഡിലായിട്ട് കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മക്ക് വേറൊന്നും വേണ്ട, അമ്മ അങ്ങോട്ട് ഒറ്റ ഓട്ടമായിരുന്നു. പിന്നെ അച്ഛനും അമ്മയുടെ കൂടെ പോയി. എന്ത് പറ്റിയെന്ന് അറിയില്ല, അച്ഛനങ്ങനെ പോകാറില്ല, അമ്മയുടെ കൂടെ അച്ഛനും പോയി. ഞങ്ങൾ പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലടാ. അയ്യോ, ഇവിടെ കയറുന്ന സമയത്ത് ആക്ച്വലി തൃശ്ശൂർ പൂരം പോലെ ഇരുന്ന പറമ്പാണ്. ഇപ്പം അവിടെ ആരുമില്ല. ഞാനാണെങ്കിൽ തളർന്ന് എനിക്ക് ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതിയെന്നായിപ്പോയി. പിന്നെ അച്ഛൻ പോയി ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങളങ്ങ് ദൂരെ കേട്ടോ വണ്ടി ഇട്ടിരിക്കുന്നത്. അവിടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലമുണ്ട്. അളിയൻ തളർന്നില്ലെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്, എന്തിനാണോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയെ കയറി ഇറങ്ങി. വിശന്നിട്ട് വയ്യ, ഞങ്ങളൊരു കടയിൽ വന്നു. നമുക്ക് മന്തി കഴിക്കാനുള്ള മൈൻഡായി. ഡയറ്റിങ്ങിലാണല്ലോ, അപ്പോൾ മന്തി കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ മന്തി കഴിക്കാൻ വന്ന്. അളിയനാണെങ്കിൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും ചെന്നാൽ 5 മിനിറ്റ് കാറിൽ ഫോണും കുത്തിയിരിക്കുന്നത് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി വന്ന് പറയാം മന്തി തീർന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി വരണ വഴിക്ക് തട്ടുകടയിൽ കയറി ഫുഡ് അടിച്ചു. പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി. അളിയൻ്റെ വീട്ടിലേക്കും പോയി. ടാറ്റാ, ബൈ.